നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് സെറ്റ്സ് പഠിച്ചായിരുന്നു, പലതരത്തിലുള്ള സെറ്റ്സ് പഠിച്ചായിരുന്നു. അതിലാദ്യം പഠിച്ചതാണ് നൾ സെറ്റ്, എം ഡി സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ്. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് നൾ സെറ്റ്? ഞാനൊരു 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അത് നൾ സെറ്റിന് എക്സാമ്പിളായിട്ട് വരുന്ന ഏതൊക്കെ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ് നൾ സെറ്റ്? ഒരു സെറ്റിൽ ഒരു എലമെൻറ്റ് പോലും ഇല്ലെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് നൾ സെറ്റ്. നൾ സെറ്റിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സിൻ്റെ കണ്ടീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്. ഒന്നിനേക്കാൾ വലുതാണ് എക്സ്, രണ്ടിനേക്കാൾ ചെറുതുമാണ് എക്സ്. അങ്ങനെ ഒന്നിനേക്കാൾ വലുതും രണ്ടിനേക്കാൾ ചെറുതുമായ ഒരു നാച്ചുറൽ നമ്പർ നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നിനേക്കാൾ വലുതും രണ്ടിനേക്കാൾ ചെറുതുമായിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ. 1 കഴിഞ്ഞാൽ അടുത്ത നാച്ചുറൽ നമ്പർ 2 അല്ലേ? അപ്പോൾ ഒന്നിനേക്കാൾ വലിയ നാച്ചുറൽ നമ്പർ പറഞ്ഞാൽ 2 വേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇവർ ചോദിച്ചിരിക്കുന്ന 1നും 2നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പർ എഴുതാനില്ലേ? അങ്ങനെ ഒരു സെറ്റ് നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ആ സെറ്റ് എങ്ങനെ എഴുതാം? എ ഈസ് ഈക്വൽ ടു, ആ സെറ്റിനകത്ത് വല്ല എലമെൻറ്റും ഉണ്ടോ? എന്താണ് എൻ്റെ ആൻസർ? എ ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. അപ്പോൾ ഇത് ആർക്ക് എക്സാമ്പിളാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നൾ സെറ്റിന് എക്സാമ്പിളാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ബി ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈസ് എ റാഷണൽ നമ്പർ. ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 ആണ്. അതാണ് ഇക്വേഷൻ. എക്സ് സ്ക്വയർ മൈനസ് 2 ഈസ് ഈക്വൽ ടു പറയുന്ന 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ എക്സ് ഒരു റാഷണൽ നമ്പർ ആയിരിക്കണം. നമുക്കത് സോൾവ് ചെയ്താലേ റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് അറിയാൻ പറ്റൂ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 ഈസ് ഈക്വൽ ടു 0യെ എനിക്ക് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 2 എന്ന് എഴുതിക്കൂടെ? -2 അപ്പുറം കൊണ്ടുപോയി +2 ആയി. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു √2. √2 എന്ന് പറഞ്ഞാൽ 2 വാല്യൂ വരും, പ്ലസ് ഓർ മൈനസ് √2 ആണ്. അതുകൊണ്ട് എഴുതി കാണിക്കാം, പ്ലസ് ഓർ മൈനസ് √2. നമ്മൾ പഠിച്ചിട്ടുണ്ട്, 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്, √2 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ അല്ല. √2 എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പറാണ്. ഇതിനെ p/q എന്ന ഫോമിൽ എഴുതാൻ കഴിയത്തില്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എനിക്ക് കിട്ടിയത് ഏത് നമ്പറായിപ്പോയി? ഇറാഷണൽ നമ്പറാണ്. എക്സ് റാഷണൽ നമ്പർ എന്നല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്ട്? ഇങ്ങനെ ഒരു സെറ്റ് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഈ സെറ്റിൽ ഒരു എലമെൻറ്റ് പോലും കാണത്തില്ല. അതുകൊണ്ട് ഇത് ആർക്ക് എക്സാമ്പിളാണ്? നൾ സെറ്റിന് എക്സാമ്പിളാണ്. ഓക്കെ, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ പിടിയിട്ടില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സി ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2. എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ പ്രൈം നമ്പർ ആയിരിക്കണം. ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ. എന്താണ് പ്രൈം നമ്പർ? 2 ഫാക്ടർ മാത്രമുള്ള നമ്പർ. ഈവനായിട്ട് വരുന്ന ഒരേ ഒരു പ്രൈം നമ്പറേ ഉള്ളൂ. അതാരാണ്? 2 ആണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? എക്സ് ഈസ് ആൻ ഈവൻ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2. 2നേക്കാൾ വലുതായ ഈവൻ പ്രൈം നമ്പർ എഴുതാനാണ്. പ്രൈം നമ്പറിൽ ഒരൊറ്റ ഈവൻ നമ്പറേ വരൂ, അത് 2 ആണ്. അപ്പോൾ 2നേക്കാൾ വലിയ ഒരു നമ്പർ നമുക്ക് എഴുതാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. അതുകൊണ്ട് സി എന്ന് പറയുന്നത് നൾ സെറ്റിന് എക്സാമ്പിൾ അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നൾ സെറ്റിന് എക്സാമ്പിളായ കാര്യം അറിയാമല്ലോ. ഈവൻ പ്രൈം നമ്പർ എന്ന് വെച്ചെങ്കിൽ സെറ്റ് 2 എന്ന് മാത്രം എഴുതായിരുന്നു, അത് സിംഗിൾട്ടൺ സെറ്റാണ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈവൻ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2, 2നേക്കാൾ വലുതായിട്ടുള്ള ഒരു ഈവൻ പ്രൈം നമ്പറും ഇല്ല. അപ്പോൾ ഇത് നൾ സെറ്റിന് എക്സാമ്പിളാണ്. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡി ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4, എക്സ് ഈസ് ഓഡ്. അപ്പോൾ അത് ഇക്വേഷൻ സോൾവ് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ എക്സ് സ്ക്വയർ 4 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന √4 അല്ലേ? √4ന് 2 വാല്യൂ ഇല്ലേ? പ്ലസ് ഓർ മൈനസ് 2 അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ ഓഡ് നമ്പറാണ്. ഒരിക്കലും നമുക്കൊരു ഓഡ് നമ്പർ ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുമോ? എക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഈവൻ നമ്പറിൽ കിട്ടും, ഒന്നീ +2 അല്ലെങ്കിൽ -2. അപ്പം ഈ സെറ്റ് ഡി ഈസ് ഈക്വൽ ടു എന്താണ്ട് 5 നൾ സെറ്റാണ്. അപ്പോൾ ഇത് നൾ സെറ്റിന് എക്സാമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5th ക്വസ്റ്റ്യൻ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ.
എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്. എക്സ് ലെസ് ദാൻ 10, എക്സിൻ്റെ വില 10നേക്കാൾ ചെറുതും 15നേക്കാൾ വലുതുമാണ്. അങ്ങനെ ഒരു കാര്യം ഒരിക്കലും നടക്കും. 10നേക്കാൾ ചെറുതായിരിക്കണം. നമ്മൾ എടുക്കുന്ന നമ്പർ ഒരാൾ പറയുന്നു 10നേക്കാൾ ചെറുതായിരിക്കണം, വേറെ ആളൊന്നും എക്സിൻ്റെ വില 15നേക്കാൾ വലുതായിരിക്കണം. അങ്ങനെ ഒരു നമ്പർ ഒരിക്കലും സാധ്യമല്ലല്ലോ, വിച്ച് ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർക്ക് എക്സാമ്പിളാണ്? നൾ സെറ്റിന് എക്സാമ്പിളാണ്. അങ്ങനെ ഞാനൊരു 5 ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് നൾ സെറ്റ് എന്ന് ചെക്ക് ചെയ്യാനായിട്ട് തന്നതാണ്. ആ 5ഉം നമുക്ക് നൾ സെറ്റ് തന്നെയാണ് കിട്ടിയത്. ഇനി ടെസ്റ്റിൽ ഇതുപോലെ നൾ സെറ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ ചെയ്ത് കാണിക്കണം. ആ ക്വസ്റ്റ്യൻ എന്താ ഉടനെ തരുന്നതാണ്. അപ്പോൾ ഇനി എക്സസൈസ് 1.2ൽ ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ഏതൊക്കെ നൾ സെറ്റ് വരുമെന്ന് കണ്ടുപിടിക്കാനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. എക്സ്പ്ലെയിൻ ചെയ്യണോടെ. ഇതാ പറഞ്ഞേക്കുന്ന സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സാണ്. ഓഡ് നാച്ചുറൽ നമ്പർ ഏതൊക്കെ വരുമെന്നറിയാമല്ലോ. ഓഡ് നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 1, 3, 5, 7 എക്സെട്ര. അതാണ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. ആ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെയായിരിക്കണം? ഡിവിസിബിൾ ബൈ 2. അവിടെ തന്നെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ നമുക്ക് ഒരിക്കലും ഒരു ഇരട്ട സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഓഡ് നാച്ചുറൽ നമ്പറിനെയും നമുക്ക് ഒരു ഈവൻ നാച്ചുറൽ നമ്പർ കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് എഴുതാനേ പറ്റത്തില്ല. 1നെ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത നമ്പർ 3 ആണ്, 3നെ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിൽ ഒരു എലമെൻറ്റ് പോലും കാണത്തില്ല. അപ്പം അത് ഏതിനാണ് എക്സാമ്പിൾ ആവുന്നത് നിങ്ങൾക്കറിയാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. ഈവൻ പ്രൈം നമ്പർ ഏതൊക്കെ ഉണ്ട്? ഈവൻ പ്രൈം നമ്പർ ഒരാളുണ്ടല്ലേ. ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പർ അതെന്തായാലും നൾ സെറ്റിന് എക്സാമ്പിളായിട്ട് എഴുതാൻ പറ്റത്തില്ല. അത് ഏത് സെറ്റിന് എക്സാമ്പിളായിട്ട് എഴുതാൻ പറ്റും? ഒരു എലമെൻ്റ് ഉള്ളതുകൊണ്ട് അത് സിംഗിൾട്ടൺ സെറ്റിന് എക്സാമ്പിളായിട്ട് എഴുതാം. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതുമ്പോഴത്തേക്ക് അത് നൾ സെറ്റ് അല്ല, സിംഗിൾട്ടൺ സെറ്റാണെന്ന് എഴുതി കാണിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ലെസ് ദാൻ 7 എക്സ് ഗ്രേറ്റർ ദാൻ 7. എക്സ് 5നേക്കാൾ ചെറുതും 7നേക്കാൾ വലുതും. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ചെറിയ ഡൗട്ടൊക്കെ വരാം. സെറ്റ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ പോയിന്റ് കോമൺ ടു എനി 2 പാരലൈൻസ്. 2 പാരലൈൻസിന് കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിന്റ്. നിങ്ങൾക്കറിയാം പാരലൈൻസ് എന്ന് വെച്ചാൽ ഒരിക്കലും കൂട്ടിമുട്ടാതെ ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്ന ലൈൻസാണ് പാരലൈൻസ്. അപ്പോൾ 2 പാരലൈൻസിന് ഒരിക്കലും ഒരു കോമൺ പോയിന്റ് കാണത്തില്ല. അപ്പോൾ അത് ഏത് സെറ്റിനാണെന്ന് ക്ലിയർ ആയല്ലോ, ഓക്കെ ആണല്ലോ. അപ്പം ഈ എക്സാമ്പിളിൽ നിങ്ങൾക്ക് ഇത് ഏതിനൊക്കെയാണ് നൾ സെറ്റ്, ആരൊക്കെയാണ് എക്സാമ്പിളായിട്ട് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, ബാക്കി നോക്കിയൂടെ. ഇനി ഞാൻ തന്നിരിക്കുന്ന 5 ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? ഈ തന്നിരിക്കുന്നതിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 5 എണ്ണത്തിൽ ഏതൊക്കെയാണ് ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ് എന്ന് മനസ്സിലാക്കാനാണ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റിലുള്ള എലമെൻസിൻ്റെ എണ്ണം ഫൈനൈറ്റ് ആണെങ്കിൽ, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതാണെങ്കിൽ അത് ഫൈനൈറ്റും, അല്ലെങ്കിൽ ഫൈനൈറ്റ് അല്ലാത്ത എല്ലാ എണ്ണത്തിനും നമ്മൾ ഇൻഫൈനൈറ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഓൺ എ ലൈൻ. ദ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഓൺ എ ലൈൻ, ഒരു ലൈനിൽ വരുന്ന പോയിൻറ്റ്സുകൾ അത് ഫൈനൈറ്റ് ആണ് ഇൻഫൈനൈറ്റ് ആണെന്ന്. ലൈൻ അറിയാമല്ലോ, 2 വശത്തേക്കും ഇൻഫിനിറ്റി ആയിട്ട് പോണ സാധനമാണ് ലൈൻ. ലൈനിൽ വരുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ലൈൻ തന്നെ ഇൻഫൈനൈറ്റ് ആണ്. അപ്പം അതിൽ വരുന്ന പോയിൻറ്റ്സ് എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആർക്ക് എക്സാമ്പിളാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈനൈറ്റിനാ ഇൻഫൈനൈറ്റിനാ? ഒന്നാമത്തെ അപ്പോൾ ഏതിന് എക്സാമ്പിളാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിളാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ x² - 4 = 0. x² - 4 = 0 എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ
എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? സോറി, എക്സ് സ്ക്വയർ മൈനസ് 4 അല്ല, എക്സ് സ്ക്വയർ മൈനസ് 49 ആണ്. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇങ്ങനെ സോൾവ് ചെയ്താൽ എക്സിന് 2 വാല്യൂവിലേ കിട്ടൂ. ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 49 സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 49, എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 49. റൂട്ട് 49 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 7 ആണ്. 2 വാല്യൂവിലേ കിട്ടൂ. അപ്പോൾ അത് ഫൈനൈറ്റ് ആണ്, ഇൻഫൈനൈറ്റ് ആണ്? ഫൈനൈറ്റ്. ഞാൻ ഒരു സോറി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എന്താ എഴുതി വെച്ചിരിക്കുന്ന? സെറ്റ് ഓഫ് പോയിന്റ്സ് ഓൺ എ ലൈൻ ഇൻഫൈനൈറ്റ് എന്നല്ലേ ഞാൻ പറഞ്ഞു, എന്നിട്ട് ഇവിടെ ഫൈനൈറ്റ് എന്ന് എഴുതി വെച്ചു ഇല്ലേ? അപ്പോൾ ഇതേതാണ്? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഇൻഫൈനൈറ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫൈനൈറ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റ് ഫൈനൈറ്റ് ആണ്, ഇൻഫൈനൈറ്റ് ആണ്? ഇവിടെ പ്രൈം നമ്പറിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പർ ഏതൊക്കെ വരും? 2, 3, 5, 7, 11, 13 എക്സെട്ര. ഇതെന്ന് പറയുന്നത് എക്സെട്ര ആയിട്ട് പോകുന്നില്ല, ഇതൊരിക്കലും അവസാനിക്കുമോ? അപ്പോൾ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഫൈനൈറ്റിന് എക്സാമ്പിളാണ്, ഇൻഫൈനൈറ്റിന് എക്സാമ്പിളാണ്? അത് ഇപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതിന് എക്സാമ്പിളാണ്? ഇൻഫൈനൈറ്റിന് എക്സാമ്പിളാണ്. ഓക്കെ, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതല്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കി. ദ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ -1, 1 -1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന സർക്കിൾ. -1 1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ എത്ര സർക്കിളിന് പാസ് ചെയ്ത് പോകാം? നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? എത്ര സർക്കിളിന് വേണോ അതിൽ കൂടെ പാസ് ചെയ്ത് പോയിക്കൂടെ? അല്ലേ? ഇത്ര എണ്ണ അതിൽ കൂടെ പാസ് ചെയ്ത് പോകാമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം -1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ധാരാളം സർക്കിൾ വരയ്ക്കാം. അതുകൊണ്ട് അതും നാലാമത്തെ ക്വസ്റ്റ്യനും ഇൻഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിളാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് പാരലൽ ടു y ആക്സിസ്. y ആക്സിസിന് നമുക്കറിയാലോ ആക്സിസുകൾ, ഇത് എക്സ് ആക്സിസ്, ഇത് y ആക്സിസ് അല്ലേ? അപ്പോൾ y ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈനുകളെയാണ് ചോദിച്ചിരിക്കുന്നത്. y ആക്സിസിന് പാരലായിട്ട് എത്ര ലൈൻ വരയ്ക്കാടെ? y ആക്സിന് പാരലായിട്ട് ഇൻഫിനിറ്റ് ലൈൻ വരച്ചൂടെ? അപ്പം ഇത് ഏതിന് എക്സാമ്പിളാണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇൻഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിളാണ്. ഇതുപോലെ ടെസ്റ്റിൽ ഇനി ഒരു 10ഓളം ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈനൈറ്റ് ആണ് ഇൻഫൈനൈറ്റ് ആണ് ചെക്ക് ചെയ്യാനുള്ള. ആ ക്വസ്റ്റ്യൻ ഉടനെ നിങ്ങൾക്ക് തരാം, അതും കൂടെ ചെയ്ത് കാണിക്കുക. എക്സസൈസ് നോക്കട്ടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഞാൻ കുറച്ച് സ്പീഡിനൊക്കെ പറഞ്ഞു പോകും. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി ചോദിച്ചാൽ മതി, ഞാൻ അപ്പോഴും തന്നെ പറഞ്ഞുതരാം. ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ, ഒരു വർഷത്തിലെ മാസങ്ങൾ ഫൈനൈറ്റ് ആണ് ഇൻഫൈനൈറ്റ് ആണ്? ഒരു വർഷത്തിൽ എത്ര മാസം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഫൈനൈറ്റ് ആണ് ഇൻഫൈനൈറ്റ് എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ സെറ്റ് 1, 2, 3 എക്സെട്ര, അത് അവസാനിക്കുന്നേ ഇല്ല. അപ്പോൾ അത് ഏതിന് എക്സാമ്പിളാണെന്ന് എഴുതുക. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെറ്റ് 1, 2, 3 എക്സെട്ര 99, 100. എന്താ പറഞ്ഞേക്കുന്നത്? 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എന്നല്ലേ അർത്ഥം വെക്കുന്നത്? 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് കൊടുത്തേക്കുന്നത്. അത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. 100-നേക്കാൾ വലിയ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, 100-നേക്കാൾ വലിയ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? 100 കഴിഞ്ഞ് അടുത്ത പോസിറ്റീവ് ഇൻറ്റിജർ ഏതാണ്? 101, 102, 103 എക്സെട്ര. അത് ഒരിക്കലെങ്കിലും അവസാനിക്കുന്നുണ്ടോ? അപ്പോൾ ഏത് സെറ്റാണ് നിങ്ങൾ എഴുതുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99. 99-നേക്കാൾ കുറവായ പ്രൈം നമ്പറുകൾ. പ്രൈം നമ്പർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യനും ഇതേ പാറ്റേണുള്ള തന്നെയാണ്. സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഈസ് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. നോക്കി. ദ സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ലൈൻസിൻ്റെ സെറ്റ്. എക്സ് ആക്സിന് പാരലായിട്ട് എത്ര ലൈൻ വരയ്ക്കാമെന്ന് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്, അത് വെച്ച് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സുകൾ. ഇവിടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സ് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമോ? ശരിക്കില്ലേ? എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? പറ്റുമോ ഇല്ലേ? പറ്റാത്തത് അല്ലേ? നമ്മളെ എല്ലാ വാക്കുകളും ഉൾക്കൊള്ളുന്ന ഡിക്ഷണറികൾ ഒരു ഇപ്പോൾ ഇറങ്ങുന്നുണ്ടല്ലേ? ലോകത്തിലുള്ള എല്ലാ ഇംഗ്ലീഷ് വാക്കുകളും ചേർത്ത് അത്രയ്ക്ക് വലിയ ഡിക്ഷണറി ഇറങ്ങുന്നുണ്ട്. അതിനകത്ത് എഴുതാവുന്ന ലെറ്റേഴ്സ് മാത്രമല്ലേ ഉള്ളൂ.
അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് എന്ന് മനസ്സിലായല്ലോ, എഴുതാമല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. 5ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ സെറ്റ്. 5ൻ്റെ മൾട്ടിപ്പിൾ 1 × 5 5, 2 × 5 10, 3 × 5 15, അങ്ങനെ എക്സെട്ര പൊയ്ക്കൊണ്ടിരിക്കുകയില്ലേ. 5, 10, 15, 20 എക്സെട്ര. അതൊരിക്കലെങ്കിലും അവസാനിക്കുമോ? അപ്പോൾ അത് ഏതിന് എക്സാമ്പിളാണ്? അത് നിങ്ങൾ തന്നെ എഴുതുക. അടുത്ത നോക്കി. ദ സെറ്റ് ഓഫ് ആനിമൽസ് ലീവിങ് ഓൺ ദ എർത്ത്. ഭൂമിയിൽ ജീവിക്കുന്ന ആനിമൽസിൻ്റെ സെറ്റ് അല്ലേ, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? പറ്റാത്തത്. ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളുടെ എണ്ണം എണ്ണി തിട്ടപ്പെടുത്താവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഏതിന് എക്സാമ്പിൾ എന്ന് എഴുതുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ദ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിങ് ത്രൂ ദ ഒറിജിൻ. ഒറിജിനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന സർക്കിൾസിൻ്റെ സെറ്റ്. ഒറിജിനിൽ കൂടെ എത്ര സർക്കിളിന് പാസ് ചെയ്ത് പോകാൻ പറ്റും? ശ്രമിച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഈക്വൽ? എന്താണ് ഈക്വൽ സെറ്റ്സ് എന്ന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞാണ്. 2 സെറ്റിലുള്ള എലമെൻറ്റ്സ് സെയിം ആയിട്ട് വരെയും വേണം. 2ലെയും എലമെൻറ്റ്സിൻ്റെ എണ്ണം ഈക്വലും ആയിരിക്കണം. അപ്പോൾ എയും ബിയും ഈക്വൽ സെറ്റ്സ് ആണെങ്കിൽ യഥാർത്ഥത്തിൽ എ ഈസ് ഈക്വൽ ടു ബി തന്നെ ആയിരിക്കണം. ഇപ്പം ഇവിടെ നോക്കിയടേ, ഇതെന്താ പറഞ്ഞിരിക്കുന്ന? എ ഈസ് ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ അലോയ്. എ അല്ലല്ലോ ഒയ്. അപ്പോൾ അതിന് നമ്മൾ ഒന്ന് റോസ്റ്റർ ഫോമിൽ എഴുതി എങ്ങനെ വരും? എ ഈസ് ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ്. അതെങ്ങനെ എഴുതാം? എ ഈസ് ഈക്വൽ ടു സെറ്റ് എങ്ങനെ എഴുതാടെ? അലോയ്. ആദ്യത്തെ അക്ഷരം എ, പിന്നെ എല്, അടുത്ത ഓ വൈ. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് കിട്ടി. ഇനി ബി എന്ന് പറയുന്ന സെറ്റ് വയ്ക്കുകയാണ്. ലോയലിലെ ലെറ്റേഴ്സാണ് എഴുതേണ്ടത്. ബി ഈസ് ഈക്വൽ ടു ലോയിലെ ലെറ്റർ പറഞ്ഞതിൻ്റെ എൽ ഒ വൈ എ. മതിയല്ലേ? എല്ലാം റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഇത് രണ്ടും സെയിം ആണടെ. എ 2 സെറ്റിലും ഉണ്ട്, എൽ 2 സെറ്റിലും ഉണ്ട്, ഒ 2 സെറ്റിലും ഉണ്ട്, ഒയ് 2 സെറ്റിലും ഉണ്ട്. 2 സെറ്റിൽ 4 എലമെൻറ്റ് ഇതുമല്ലേ. ഇപ്പോൾ ഇവിടെ എ ഈസ് ഈക്വൽ ടു ബി അല്ലേ വന്നത്? 2 സെറ്റ് ഈക്വലായിട്ട് അല്ലേ വന്നത്? അപ്പോൾ എയും ബി ഈക്വലായിട്ട് വന്നാൽ ഇത് ഏത് സെറ്റിന് എക്സാമ്പിളാണ്? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആർക്ക് എക്സാമ്പിളാണ്? ഈക്വൽ സെറ്റ്സിന് എക്സാമ്പിളാണ്. ഓക്കെ ആയല്ലോ? ക്ലിയർ ആയാ? സ്പീഡ് വല്ലതും കൂടുതലാണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3 2 1 1 2. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 അതിലൊന്നും എഴുതാനില്ല. റോസ്റ്റർ ഫോമിൽ തന്നെ കിടക്കുകയാണ്. എ ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതി കാണിക്കാം. 1 2 3. ഇനി ബി എന്ന് പറയുന്ന സെറ്റ് നോക്കിയാണ്ടേ 3 എഴുതി, 2 എഴുതി, 1 റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ ഒരു പ്രാവശ്യം എഴുതുന്നുള്ളൂ. ഫലത്തിൽ നോക്കിയാണ് എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും സെയിം അല്ലേ. ഇപ്പോൾ എയും ബിയും സെയിം ആയാൽ ആ 2 സെറ്റിന് നമ്മൾ എന്ത് പറയും? ഈക്വൽ സെറ്റ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈക്വൽ സെറ്റിന് എക്സാമ്പിളാണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2. ഒന്നും വേണ്ട, റോസ്റ്റർ ഫോമിൽ കിടക്കുകയാണ്. ഇനി നമുക്ക് ബി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ബിൽഡർ ഫോമിൽ കിടക്കുകയാണ്. റോസ്റ്റർ ഫോമിലോട്ട് മാറ്റണം. ബി ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ. ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കട്ടെ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a, അല്ലെങ്കിൽ മിഡിൽ ടൈം സ്പ്ലിറ്റിങ്, ഏത് രീതിയിലായിക്കോട്ടെ നിങ്ങളെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്താ എഴുതുമ്പോൾ യഥാർത്ഥം ഇങ്ങനെ കിട്ടുന്നത്? x - 2 ഇൻറ്റു x - 1 ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഏതൊക്കെ കിട്ടി? 2ഉം കിട്ടി, 1ഉം കിട്ടി. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്താലും എക്സിൻ്റെ വാല്യൂ 2 എന്നും 1 എന്നും കിട്ടി. സെറ്റ് എ എന്തായിരുന്നു? 1 2. സെറ്റ് ബി എന്താണ്? 2 1. 2 സെയിം അല്ലേടെ കിട്ടിയത്. അപ്പോൾ ഇത് ഈ എഴുതിയിരിക്കുന്ന 3 സെറ്റും ആർക്ക് എക്സാമ്പിളാണ്? സെറ്റ് എയും സെറ്റ് ബി ഈക്വൽ ആണെങ്കിൽ അതേ സെറ്റാണ്. ഏ സെറ്റാണത്? ഈക്വൽ സെറ്റ്സ്. 2 സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം മാത്രം ഈക്വൽ ആയാലും നമ്മൾ അതിന് എന്ത് പേര് പറയും? ഈക്വലൻ്റ് സെറ്റ്. ക്ലിയർ ആയല്ലോ? ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ തരാമല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ തീർക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം. സ്പീഡെന്ന് വെച്ചാൽ വളരെ സ്പീഡൊന്നുമല്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കണ്ടേ, 4-ാമത്തേലാണേ. ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ് വെദർ എ ഈസ് ഈക്വൽ ടു ബി ഓർ നോട്ട്. എയും ബിയും ഈക്വൽ സെറ്റാണെന്ന് ചെക്ക് ചെയ്യാനാണ്.
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാണ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി, ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഡി സി ബി എ. രണ്ടും എന്താണ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ചെക്ക് ചെയ്ത് നോക്കി എഴുതാവുന്നതല്ലേ ഉള്ളൂ. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാണ് എ ഈസ് ഈക്വൽ ടു 4, 8, 12, 16. അടുത്തല്ല 4 ഉണ്ട്, 8 ഉണ്ട്, പക്ഷേ 12 അതിലില്ല, 16 ഉണ്ട്. അപ്പോൾ എയും ബിയും ഈക്വൽ ആണോ? ഈക്വൽ സെറ്റിന് എക്സാമ്പിൾ ആണോ ഇത്? രണ്ട് സെറ്റിലെ എലമെൻസിൻ്റെ എണ്ണോ എലമെൻസ് സെയിം ആയാലും ഈക്വൽ ആവും. ഇത് ഈക്വൽ സെറ്റിനല്ല, ഇത് ആർക്ക് എക്സാമ്പിളാണ്? ഈക്വലൻ്റ് സെറ്റിന് എക്സാമ്പിളാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എ ഈസ് ഈക്വൽ ടു സെറ്റ് 2, 4, 6, 8, 10. ബി ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. എക്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ ആവണം, എക്സിൻ്റെ വില 10ഓ 10നേക്കാൾ തുല്യമോ ആവണം. ഇവിടെ പോസിറ്റീവ് ഈവൻ നമ്പർ 10നേക്കാൾ ചെറുത് ഏതൊക്കെ വരും? 2, 4, 6, 8. 10നേക്കാൾ ചെറുതെന്ന് മാത്രമല്ല ഈക്വൽ എന്നും പറയുന്നുണ്ട്. അപ്പോൾ 10 എഴുതാം. അപ്പോൾ സെറ്റ് എയും സെറ്റ് ബിയുടെ പ്രത്യേകത നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, എഴുതാമല്ലോ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാണ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. 10ൻ്റെ മൾട്ടിപ്പിൾസാണ് ആ സെറ്റിൽ എഴുതേണ്ടത്. 10ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 10, 20, 30 എക്സെട്ര എന്ന് പറയുന്ന സെറ്റാണ് പോണത്. അതൊരു ഇൻഫിനിറ്റി സെറ്റാണ്. ഇനി അടുത്ത നോക്കിയേ, ബി ഈസ് ഈക്വൽ ടു 10, 15, 20, 25. അപ്പോൾ അതിൽ തന്നെ ഒരു കാര്യം മനസ്സിലായി, 10ൻ്റെ മൾട്ടിപ്പിൾ എഴുതുമ്പോൾ ഒരിക്കലും അതിൽ 15ഉം 25ഒന്നും വരത്തില്ല. അപ്പോൾ ഈ രണ്ട് സെറ്റ് ഒരിക്കലും ഈക്വൽ ആകാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതെന്താണ് നിങ്ങൾ എഴുതണം. ഓക്കെ ആണല്ലോ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ആർ ദ ഫോളോയിങ് പെയർ ഓഫ് സെറ്റ്സ് ആർ ഈക്വൽ ആൻഡ് റീസണും കൂടെ എഴുതി കാണിക്കണം. എ എന്ന് പറയുന്ന സെറ്റ് കൊടുത്തേക്കുന്നത് റോസ്റ്റർ ഫോമിലാണ്. അതിൻ്റെ ആൻസർ എ എന്ന് പറയുന്ന സെറ്റ് 2, 3 ആണ്. ഇനി മറ്റേത് നോക്കിയാണ്ട് സൊല്യൂഷൻ തന്നിരിക്കുകയാണ്. ആ സൊല്യൂഷൻ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഞാൻ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ശ്രമിക്കാം. അപ്പോൾ ബി എന്ന് പറയുന്നത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എക്സിന് 2 വാല്യൂസ് കിട്ടും. അതും ആ സൊല്യൂഷനും എയും ഈക്വൽ ആണെങ്കിൽ ഈക്വൽ സെറ്റ്, അല്ലെങ്കിൽ ഈക്വൽ സെറ്റ് അല്ല. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിരുന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നത് വളരെ എളുപ്പമാണ്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫ്രം ദ സെറ്റ്സ് ഗിവൺ ബിലോ സെലക്ട് ഈക്വൽ സെറ്റ്സ്. ഈക്വൽ സെറ്റ്സ് അതിൽ നിന്ന് ഏതൊക്കെയെന്ന് സെലക്ട് ചെയ്തിടണം. ഏതിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞു തന്നാൽ മതിയല്ലോ. നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് വയ്ക്കേണ്ടേ 2, 4, 8, 12. അതിന് ഈക്വലായിട്ട് വരുന്ന വേറെ ഏതെങ്കിലും സെറ്റ് ഉണ്ടോ? സെറ്റ് സി നോക്കിക്കണ്ടേ? അല്ല, സെറ്റ് സി ശരിയാവുന്നില്ലല്ലേ? ഇല്ല. പിന്നെ ഒരു കാര്യം ചെയ്യാം, സെറ്റ് ബിയും ഡിയും പരിശോധിച്ചിട്ടുണ്ട്. ബി എന്ന് പറയുന്ന സെറ്റ് 1, 2, 3, 4 ആണ്. ഡി എന്ന് പറയുന്ന സെറ്റ് ക്രമം തെറ്റിച്ചെഴുതിയിരിക്കുകയാണെങ്കിൽ അത് 1, 2, 3, 4 തന്നെയാണ്. അപ്പോൾ ഇവിടെ ബിയും ഡിയും ഈക്വൽ സെറ്റ്സിന് എക്സാമ്പിളാണ്. അതുപോലെ ഏത് പെയറുകളൊക്കെ അങ്ങനെ വരുമെന്നുള്ളത് കണ്ടുപിടിക്കുക. സ്പീഡ് വല്ലതും കൂടുതലാണെങ്കിൽ നിങ്ങളെ കാര്യങ്ങൾ എന്നെ ഒന്ന് എഴുതി അറിയിക്കണം. ഞാനിത് വളരെ എളുപ്പമാണെന്നുള്ളതുകൊണ്ടാണ് ഈ സെക്ഷൻ ഇന്ന് തീർക്കുന്നതിന് വേണ്ടിയാണ് കുറച്ച് സ്പീഡിന്, ഭയങ്കര സ്പീഡൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഈ വർക്കുകളെല്ലാം എത്രയും പെട്ടെന്ന് ഇപ്പോൾ എഴുതി കാണിക്കും.